വയനാട്ടിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. കൽപ്പറ്റ എക്സൈസ് സർക്കിൾ പാർട്ടിയും വയനാട് എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് പടിഞ്ഞാറത്തറ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പടിഞ്ഞാറത്തറ വില്ലേജ് ഓഫീസിന് സമീപം വെച്ച് 19.516 ഗ്രാം MDMA പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാനന്തവാടി താലൂക്ക് പൊരുന്നന്നൂർ വില്ലേജിൽ കാരക്കാമല ഭാഗം പുഴക്കൽ വീട്ടിൽ ഇബ്രാഹിം മകൻ 28 വയസ്സുള്ള റാഷിദ് എന്നയാളിൽ നിന്നും MDMA കണ്ടെടുത്തത്. സമാന കേസിൽ മുൻപും ഇയാൾ പ്രതിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യം എക്സൈസ് പരിശോധിച്ചു വരികയാണ്. കൽപ്പറ്റ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി സജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി അനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ പി കൃഷ്ണൻകുട്ടി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുശാന്ത് PS, വൈശാഖ് VK, അനീഷ് EB, അനന്തു മാധവൻ, സൂര്യ KV, ഡ്രൈവർമാരായ പ്രസാദ്, അൻവർ കളോളി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ ആൻഡ് പട്ടാമ്പി.